നമസ്കാരം. മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അവർ അങ്ങ് കാനഡയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ. ഇതാണിപ്പോൾ നാട്ടിൽ ആരോട് ചോദിച്ചാലും ഉത്തരം. ഇന്ത്യയിൽ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും വിദ്യാർത്ഥികളുടെ കണ്ണ് വിദേശത്താണ്. വിദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മോശമാണെന്നല്ല, പക്ഷേ ഭാഗ്യാന്വേഷികളായി പോകുന്ന ഈ കുട്ടികളിൽ എത്ര പേർക്ക് നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയും? പക്ഷെ നാട്ടിലെ മാതാപിതാക്കൾക്ക് മക്കൾ വിദേശത്താണ് പഠിക്കുന്നതെന്ന് പറയാൻ വലിയ അഭിമാനമാണ്. എന്നാൽ ഈ അഭിമാനം അസ്തമിക്കാൻ പോകുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് കാനഡ തടയിടുന്നു. താൽക്കാലിക താമസക്കാരുടെ എണ്ണം കാനഡയിലെ മൊത്തം ജനസംഖ്യയുടെ 5% കുറയ്ക്കാൻ ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടത്തിന്റെ തീരുമാനം. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പെർമിറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണ് കാനഡ. രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം. ഈ വർഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പെർമിറ്റുകളിൽ 35% കുറവ് വരുത്തുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിട്ടുണ്ട്. 2025 വീണ്ടും 10% കൂടി കുറയ്ക്കും. കുടിയേറ്റം സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമാണ്, എന്നാൽ ഇത് വിദ്യാർത്ഥികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് ട്രൂഡോയുടെ വാദം. 2023 5,09,390 വിദേശ വിദ്യാർത്ഥികൾക്കാണ് പെർമിറ്റ് നൽകിയത്. 2025 4,37,000 കുറയ്ക്കാനാണ് കാനഡയുടെ പദ്ധതി. രാജ്യത്തെ വിദേശ തൊഴിലാളികൾക്കുള്ള നിയമങ്ങളും കർശനമാക്കാൻ കാനഡ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രതിവർഷം 2.4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനത്തിനും ഇമിഗ്രേഷനുമായി ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ എത്തുന്നത്. വിദ്യാർത്ഥികളുടെ സംരക്ഷണം എന്ന പേരിൽ കാനഡ കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് GICക്കുള്ള തുക $10,000 കനേഡിയൻ നിന്ന് $20,635 ഉയർത്തിയിട്ടുണ്ട്. PR അനുവദിക്കുന്നതിലും നിബന്ധനകൾ ഏറെയാണ്. കാനഡയിലേക്ക് ഉപരിപഠനത്തിന് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് സ്പൗസ് വിസ അനുവദിക്കുമെങ്കിലും വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. 20 വർഷം മുമ്പ് കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അന്തർദേശീയ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. ഉന്നത നിലവാരമുള്ള തൊഴിലാളികളുടെ കുറവ് നേരിട്ടിരുന്ന ഈ രാജ്യങ്ങൾ വിദേശത്ത് നിന്ന് കഴിവുള്ള തൊഴിലാളികളെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്. വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൽ ഗവൺമെന്റുകൾ വിപുലമായ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജർമ്മനിയും ഓസ്ട്രേലിയയും GIC തുക 10% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജർമ്മൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള തുക 10 ലക്ഷമായും വർദ്ധിപ്പിച്ചു. ഓസ്ട്രേലിയ വർഷം തോറും 10% തുക വർദ്ധിപ്പിച്ചു വരുന്നു. താരതമ്യേന എളുപ്പത്തിലുള്ള പൗരത്വ പ്രക്രിയയാണ് കാനഡയിലുള്ളത്. കൂടാതെ രാജ്യത്ത് സ്ഥിരതാമസമാക്കുന്നതിനുള്ള എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ മാർഗമായാണ് ആളുകൾ പഠന വിസകളെ കാണുന്നത്. നിരവധി പേരാണ് വായ്പയെടുത്ത് പഠിക്കാനായി കാനഡയിലേക്ക് പോകുന്നത്. അവരുടെയൊക്കെ ഭാവി ആശങ്കയിലാവുകയാണ്. ഇത്തരം നിയന്ത്രണങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ എത്തുന്നവർക്ക് കനത്ത തിരിച്ചടിയാകും. എന്തായാലും കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുന്നതാണ് ഈ തീരുമാനം. ഭാവിയിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കാനഡ എത്തുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. നാട്ടിലെ വീടും കിടപ്പാടവും ബാങ്കിൽ പണയപ്പെടുത്തി ഭീമമായ ലോൺ എടുത്താണ് കുട്ടികളെ വിദേശത്ത് പഠിക്കാൻ അയക്കുന്നത്. ഈ ലോൺ തിരിച്ചടക്കേണ്ടതാണെന്ന ചിന്ത മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ ഇല്ല. കുട്ടികൾ വിദേശത്ത് പോയി പഠിച്ച് അവിടെ നല്ല നിലയിലുള്ള ജോലി കരസ്ഥമാക്കിയാൽ മാത്രമേ ഈ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കൂ. ഇനി കേരളം അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ബാങ്ക് ലോൺ എടുത്ത് കുട്ടികളെ വിദേശത്ത് അയച്ച അച്ഛനമ്മമാരുടെ വീടും കിടപ്പാടവും ജപ്തിയാകും എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ബാധ്യതയാണ് വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് മുൻപിൻ നോക്കാതെ കുട്ടികളെ വിദേശത്തയച്ച് പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾ പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.